കേരളത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും ഇടയിൽ ഇപ്പോൾ പ്രണയം വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതായത് പണ്ടത്തെ പോലെയുള്ള ഒരു കാലഘട്ടമല്ല. കാലഘട്ടത്തിന്റെ വ്യത്യാസപ്പെടുമ്പോൾ ഈ പ്രണയബന്ധങ്ങളിലും വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹം എടുത്തു പറയുന്ന ഒരു വേർഡാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളത്. കാരണം എന്താണ് ടോക്സിക് ഇല്ല ടോക്സിസിറ്റി എന്താണെന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായ നീക്കമാണ്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകത്തിൽ ആ ആൺകുട്ടി പെൺകുട്ടിയോട് ചെയ്തത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ കുട്ടി ആഘോഷിക്കപ്പെടുന്നത്. അതിനു മുമ്പും നിരവധിയായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പിന്റെ എക്സാമ്പിളുകൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി സിനിമകളാണ് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ സിനിമകളിലൂടെയാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഇതുപോലത്തെ പുതിയ വേർഡുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു പ്രണയബന്ധങ്ങൾ ടോക്സിക് ആകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, ഇപ്പൊ വളരെയധികം കൂടുതലാണ്. കാരണം ഒരു ഗേൾ ഇപ്പം ഒരു സുഹൃത്തിനോട് സംസാരിച്ചു. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞൊരു ഇടയ്ക്ക് വന്ന അനൂപ് എന്ന് പറഞ്ഞൊരു വ്യക്തി അതിന്റെ കാമുകിനെ മറ്റു ആൺ സുഹൃത്തിനോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക, മറ്റുള്ളവരെ അവർ പരിഗണിക്കാറില്ല. അതാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതിനുള്ള പ്രധാന കാരണം. കാരണം എപ്പോഴും നമ്മൾ അവരുടെ കാര്യങ്ങൾ മാത്രം കൂടുതലും ശ്രദ്ധിച്ച് മറ്റൊരാളോട് സംസാരിക്കാനോ അങ്ങനെ പോകരുത്. അതായിരിക്കും മെയിൻ ആയിട്ടുള്ള റീസൺ. നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന ഒരു വേലി തീർക്കുന്ന ബന്ധങ്ങളാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്. അതാണെങ്കിലും പെണ്ണാണെങ്കിലും, അതായത് എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇന്ന ആളോട് സംസാരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തന്നെ നീ ചെയ്യണം, ഇല്ലെങ്കിൽ നീ ചെയ്യുന്നത് തന്നെ ഞാൻ ചെയ്യണം എന്നുള്ള പിടിവാശികൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ പ്രശ്നം വരില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികളുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. പക്ഷെ എങ്കിൽ പോലും ഫ്രീഡം തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് പേര് തേപ്പ് കിട്ടുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ബോയ് കാര്യങ്ങൾ തിരക്കാതിരിക്കുക അല്ലെങ്കിൽ ഗേൾ കാര്യങ്ങൾ തിരക്കാതിരിക്കുമ്പോഴത്തേനും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവരെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പരിധി വരെ അതും ഒരു കാരണമായിട്ട് പറയാം. പക്ഷെ എങ്കിൽ പോലും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ലംഘിക്കുന്ന തരത്തിലോട്ട് റിലേഷൻഷിപ്പ് പോകരുത് ഒരിക്കലും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ടോക്സിക്, അതായത് ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദമുള്ള ആളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ബാധ്യതയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ്. മെന്റലി നമ്മളത് ഒരുപാട് എഫക്ട് ചെയ്യും. അതെ, വീക്കാവും. അതായത് നമ്മൾ പ്രണയിക്കുന്ന ഒരു 2 മാസത്തോളം എന്റെ ഏറ്റവും പ്രിയപ്പെട്ടത്, എന്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആള് ആ വ്യക്തിയായിരിക്കാം. അതിനുശേഷം പ്രയോറിറ്റീസ് കുറയുമ്പോഴോ ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടാകാത്ത സമയത്ത് ആളുകളുടെ ഒരു സമ്മർദ്ദം, അതായത് ആദ്യ സമയത്തൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച ആള് ഒരു 6 മാസത്തിന് ശേഷം നമ്മളോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത പല കാര്യങ്ങളോട് ഇപ്പോൾ എതിർക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു വേദന ഉണ്ടാകും. കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്നേഹം ഇപ്പോൾ കിട്ടുന്നില്ല. ആ ഒരു സ്നേഹത്തിൽ എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് ആ ബന്ധത്തിൽ നിന്നും വേണമെങ്കിൽ ഇറങ്ങി വരാം. അതായത് എനിക്കത് എന്നോട് വ്യക്തമായിട്ട് അദ്ദേഹം കാണിക്കുന്ന പോലെ ഒരു പെരുമാറ്റമല്ല ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇറങ്ങി വരാം. പക്ഷെ ആ സമയത്ത് പോലും ആ ഇറങ്ങി വരാനുള്ള ചോയ്സ് പോലും ഇപ്പോഴത്തെ സമൂഹത്തിൽ കിട്ടുന്നില്ല. അതായത് നേരത്തെ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, ഇല്ലേ 3-4 മാസത്തോളം ഞങ്ങൾ പ്രണയത്തിലായി, പിന്നെ ഇനി എങ്ങനെയാണ് ഞാൻ ഇറങ്ങി വരുന്നത്? ഒരുപാട് ബാധ്യതകൾ അതായത് ആ ഒരു സ്നേഹം ബാധ്യതയാകുന്ന സമയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ടോക്സിസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം ടോക്സിക് ആണെന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ ഇറങ്ങി വന്നാൽ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇറങ്ങി വന്ന വ്യക്തിക്ക് ജീവനോട് ഇരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പേടിയുണ്ട്. അതെന്താ അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം? ബെസ്റ്റ് എക്സാമ്പിൾസ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എത്ര പേരാണ്? കാരണം ഇപ്പൊ നമ്മള് പ്രപ്പോസ് ചെയ്യുമ്പോ തന്നെ നോ പറയുകയാണെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അതുപോലെ കുത്തി കൊലപ്പെടുത്തുക, അതങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ തന്നെ പറയാൻ പറ്റും. അതൊക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, പ്രധാനമായും പുരുഷന്മാർ, ഞാൻ തന്നെ പറയാം പുരുഷന്മാരാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പെൺകുട്ടികൾ ഇല്ല എന്നല്ല, വരാത്തതാണോ നമുക്കറിയില്ല. അതായത് ആൺകുട്ടികളുടെ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടം പോലെ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഗ്രീഷ്മയുടെ കാര്യമുണ്ട്. അതെ, ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബന്ധം വേർപിരിക്കുന്നതിന് വേണ്ടി
ബന്ധം വേർപിരിയാൻ സാധിക്കാൻ പറ്റാത്തപ്പോൾ കാമുകിന് വിഷം കൊടുത്ത ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൺകുട്ടികളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ 3 വർഷം പ്രണയിച്ച പെൺകുട്ടി അവളെ പെട്ടെന്ന് തന്നെ വിട്ടിട്ട് പോയി. അതിന്റെ ദേഷ്യത്തിൽ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക, ആസിഡ് ഒഴിക്കുക, പീഡിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൺകുട്ടികളുമുണ്ട്. യഥാർത്ഥത്തിൽ 3 വർഷം നിങ്ങളെ പ്രേമിച്ചോ 6 വർഷം നിങ്ങളെ പ്രേമിച്ചോ എന്നുള്ള കാര്യമല്ല, നിങ്ങൾ 3 വർഷം ആ പെൺകുട്ടിയെ എങ്ങനെ പ്രേമിച്ചു എന്നുള്ളതാണ്. 3 വർഷത്തിന് ശേഷം നിങ്ങൾ വേറൊരു രീതിയിലും അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ വേറൊരു രീതിയിലും പ്രേമിക്കുമ്പോൾ ആ കുട്ടിക്ക് വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ നിങ്ങൾ കംഫർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ പഴയ പോലെയുള്ള ഒരു സ്നേഹമല്ല, ഒരു വേറൊരു വികാരമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാ. കാരണം ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, എപ്പോഴും വിളിക്കുക, സംസാരിക്കുക, കാണുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറും. ഇപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പോലെ ആയിരിക്കില്ല നമുക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കിനും. അപ്പം അങ്ങനെ സാഹചര്യങ്ങൾ മാറുമ്പോഴത്തേക്കിനും ആൾക്കാരുടെ മൈൻഡ് മാറും. അപ്പം പക്ഷെ അത് മനസ്സിലാക്കാൻ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ചില സമയങ്ങളിൽ ഇപ്പം എന്നെ വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യണം, അവർക്ക് ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രീതിയിൽ സംസാരിച്ച് കൂട്ടിയിട്ട് യഥാർത്ഥത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ അതിനെ അത്രത്തോളം റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡെപ്ത് കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളായിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കാരണം തുടക്കത്തിൽ തന്നെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് ആളെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരത്തില്ല. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മാറിയിട്ട് നമ്മുടെ വേറൊരു ക്യാരക്ടർ ആയിരിക്കും. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യമൊന്നും പെടാതെ നല്ല രീതിയിൽ സ്നേഹത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ആളുകൾ മാറും. കാരണം നമുക്ക് എല്ലാ കാര്യവും ഒരു മനുഷ്യന് എപ്പോഴും ഒരേപോലെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ എന്താണല്ലോ നമ്മുടെ പുറത്ത് വരും. അതിപ്പോൾ കുറേ നാൾ, ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇപ്പം നിൽക്കുന്ന ബോയ്ക്കാണെങ്കിലും ഗേളിനാണെങ്കിലും ആ ഒരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് മെയിനായിട്ട് ഈ ടോക്സിക്കിലോട്ട് പോകുന്നതിനുള്ള കാരണം. അതെ, മാത്രമല്ല ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒത്തിരി നാൾ നീട്ടിക്കൊണ്ട് പോകാതെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ ആ തിരുവനന്തപുരത്തെ കേസിനെ എടുത്ത് പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്തൊരു വേറൊരു കാര്യമാണ്, അവൻ ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ അവന്റെ കുടുംബം മൊത്തത്തോടെ ഇല്ലാതാകാൻ പോകണം തിരിച്ചറിഞ്ഞപ്പോൾ ഇനി ആ പെൺകുട്ടിയും ജീവിക്കണ്ട, അവൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ വിചാരിച്ച സ്നേഹം കൊണ്ടാണെന്നാണ് നമ്മൾ ഒരിക്കലും ആരും അത് വിചാരിക്കില്ല. കാരണം യഥാർത്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് മരിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ നീയും ജീവിക്കണ്ട എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അത്. മാത്രമല്ല അത് ജീവിതത്തിലാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രണയം മാത്രം എന്നുള്ളതല്ല, കല്യാണത്തിന് ശേഷവും ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളും ടോക്സിക് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. അതുപോലെ അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിൽ പോലും വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മോചിതനാകാനോ സാധിക്കാത്ത അവസ്ഥ ഇപ്പോൾ പല ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റീസ്, അതായത് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന വാല്യൂ അവർക്കൊരു ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരാളോട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അയാളുടെ കുറെ സ്വാതന്ത്ര്യത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തുക, ചിലപ്പോൾ നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കും പറയും. ഇന്ന ആള് എനിക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് ഞാൻ പറയുന്നു, നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് കാണാൻ നല്ല രസമാണ്, നീ എല്ലാ ദിവസവും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ എന്റെ ഇഷ്ടം കൊണ്ടായിരിക്കാം. ഒരു തരത്തിൽ ആ പെൺകുട്ടിക്ക് അത് കംഫർട്ട് അല്ലെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവും. നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവും. അത് യഥാർത്ഥത്തിൽ ചെറുതായിരിക്കാം വലുതായിരിക്കാം, സ്കെയിലുകൾ വ്യത്യാസപ്പെടും. ഞാനിപ്പോൾ പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ആ പെൺകുട്ടി അതിനോട് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റാൻ പറ്റുന്ന അതെന്റെ ഒരു സ്വീകരിക്കാൻ പറ്റുന്ന അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടി മനസ്സിലാക്കി നിൽക്കുക, അത് മാത്രമേ ഇതിനകത്തൊരു പരിഹാരമായിട്ടുള്ളൂ. പിന്നെ എല്ലാവരും വ്യക്തികളാണെന്നുള്ള ധാരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഒരു പരിധി വരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്ക് വാല്യൂ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു വാല്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് സ്നേഹം ശക്തമാകത്തുള്ളൂ. അയാൾക്കൊരു വാല്യൂ ഉണ്ട്, നമുക്കൊരു വാല്യൂ ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോബുകളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട്, അയാൾക്കും ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ്
നമുക്ക് നമ്മുടെ വ്യക്തിജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെ, പരസ്പരം മുന്നോട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആദ്യം വേണ്ടത് വിശ്വാസമാണ്, അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുക. അത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. അതെ, തീർച്ചയായിട്ടും. ഇനിയും ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുകിടക്കുന്നുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരോടെല്ലാം അതിൽ നിന്നും വിട്ടു പിരിയാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ധൈര്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിപ്പോൾ ചില ഫ്രണ്ട്സ് ഉണ്ട്, ചിലപ്പോൾ എങ്ങനെയാണ് പിരിയുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അവിടെ തന്നെ ഇരുന്നു, അവർ നിങ്ങൾ 5 വർഷമായിട്ടുള്ള പ്രേമല്ല എന്ന് പറയുന്ന നിരവധി സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ടോക്സിക് ആണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് ധൈര്യപൂർവ്വം ഇറങ്ങി വരൂ, ഇല്ലെങ്കിൽ അത് വിട്ടുകള എന്ന് പറയാൻ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ അല്ലാതെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും കടിച്ചു തൂങ്ങി കിടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒട്ടും നന്നായിരുന്നു വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വതന്ത്രനാവുക, വ്യക്തി ജീവിതത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും പഠിക്കുക.